അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ കാലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്, ഒരുപാട് വൈകിയ ഒരു വീഡിയോ ആണ് വരുന്നത്. പക്ഷെ നമ്മുടെ കാലത്തെ പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. എന്നെ ആകെ പുക പടലം മൂടിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന് കാവശ്ശേരി പൂരാണ്, പേട്ടൻ അങ്ങോട്ട് പോവും. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമുക്കിനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കാരണം കാലത്ത് തന്നെ നമുക്ക് ടീൻ്റെ പണി കിട്ടിയിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ റൊട്ടിയൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ റൊട്ടിയൊക്കെ പിള്ളേരൊക്കെ കഴിച്ചിട്ടുണ്ട്, ഞാൻ മാത്രമേ കഴിക്കാത്തതായിട്ടുള്ളൂ. പൈപ്പ കഴിച്ചു, അച്ഛൻ കഴിച്ചു, അമ്മൂട്ടി കഴിച്ചു. നോക്കി 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 കുളിക്കണ ജട പിടിച്ചിരിക്കുക ജടായു. അപ്പോൾ നമുക്ക് ഉച്ചക്കാലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. കാലത്തേക്ക് ഇനി ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അമ്മ? എനിക്ക് വേണമെങ്കിലാ? ഫസ്റ്റ് എനിക്കൊന്നും വേണ്ട, ഞാൻ ചായ ചോദിച്ചു കണ്ടില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഏട്ടനൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ട് ഏട്ടനെ നമുക്ക് കാവശ്ശേരി പൂരത്തിന് പറഞ്ഞു. മോഹിറ്റോ. ഇവിടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞു, എന്നിട്ടാണ് ഞാൻ കാവശ്ശേരി പൂരം കൊണ്ട് വരുന്നത്. ഏട്ടനെ എന്തായാലും പോയിട്ട് പകുതി വഴി എത്തിയപ്പോൾ തിരിച്ചു പോന്നു കേട്ടോ. അതായത് തൃശ്ശൂർ വരെ എത്തിയ ആൾ, പിന്നെ ആൾ ഒറ്റയ്ക്കാണ് പോണത്. ബാഗിനെ കുറേ വട്ടം വിളിച്ചു, ബാഗിന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ സ്കൂട്ടറിന്മേൽ ഇത്രയും ദൂരത്തേക്ക് പോകാൻ തീരെ താല്പര്യമില്ല, വെയിൽ കൊണ്ട് പോകണ്ടേ. കാരണം ഈ തിരക്കിൻ്റെ ഇടയിലേക്ക് നമ്മൾ കാറ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മുഷ്കിലായിട്ടുള്ളൊരു കാര്യമാണ്. അമ്മൂട്ടീനെയും വിളിച്ചു, അമ്മൂട്ടിയും പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ തൃശ്ശൂർ വരെ പോയി അതേ സ്പീഡിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ആൾക്ക് പിള്ളേർ ആരും ഇല്ലാണ്ട് പോകാൻ കുറേ ബുദ്ധിമുട്ട്. എന്നെയും വിളിച്ചു കേട്ടോ, പക്ഷെ ഞാനും പോയില്ല. താക്കൂട്ട് അതിൻ്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അളിയൻ പൂരത്തിന് പോകണുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവൻ എന്തായാലും പോകാൻ പറ്റില്ല, അവൻ തലേ ദിവസം വേറെ ഏതോ ഒരു പൂരത്തിന് പോയിട്ട് പിന്നെ അന്നത്തെ ദിവസം പൂരത്തിന് പോകാൻ പറഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ജസ്റ്റിന് അത് വിട്ടില്ല കേട്ടോ. കാരണം ഏത് നേരം വീട്ടിലുണ്ടാവില്ലേ, പൂരം പറഞ്ഞിട്ട് അങ്ങോട്ടും നടക്കലാണ് കലാപരിപാടി. പറയുമ്പോൾ അതിനിടയ്ക്ക് ആ മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് ചതച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഈ അമ്മീമ്മ ഇട്ടിട്ട് കവറിലിട്ടിട്ട് തല്ലിയിട്ട് കൊണ്ടുവരും, അത് ജാതി ടേസ്റ്റാണ് കേട്ടോ. അമ്മൂട്ടി മോജിറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 7up വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് എന്താ പറയുക ശരിക്കും, മോജിറ്റോ എന്നാണോ മോഹിറ്റോ എന്നാണോ മോഹിറ്റോ എന്നാണോ, എന്തായാലും കുറേ പേര് പറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ മോജിറ്റോ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഒരു കടയിൽ പോയിട്ട് സാധനം ചോദിച്ചാൽ കിട്ടുള്ളൂ കേട്ടോ. കാവശ്ശേരി പൂരത്തിന് പോകുന്നു. സമയം എത്രയായി? 11:30. ദൈവത്തിന് അറിയപ്പെടിക്കട്ട് കാണാൻ പറ്റുമോ? ഉച്ചക്കലത്തെ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പതുക്കെ വെക്കോളോട്ടെ. കുപ്പികളൊക്കെ എനിക്കറിയില്ല കേട്ടോ, വെള്ളം കുടിക്കുന്ന ആൾക്കാരും അമ്മൂട്ടി തന്നെ പ്രാവിയുണ്ട് കേട്ടോ. ശരി, സത്യം പറഞ്ഞ പ്രാവിയില്ല. ഭർത്താവിന് സ്റ്റാൻഡ് ഭർത്താവ് അറിയില്ല, ചായ മറന്നു. എന്തൊക്കെ ഞാൻ ചെയ്യാം, അച്ഛന് വെള്ളം നിറച്ച് വെക്കണം. ഞാൻ എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടത്? പാത്രം
പ്രേമികളാണോ? മധുര പ്രേമികളാണ്, ആവശ്യത്തിനുള്ള മധുരത്തിന്, അല്ലാതെ കുറെ മധുരത്തിൽ വളർന്നോട്ട. ഏട്ടാ എല്ലാരും കമന്റ് ഇട്ട് കൊടുക്കണേ, ഏട്ട സുന്ദരനായി. ഏട്ട സുന്ദരനായിട്ട് എന്താ അച്ഛൻ പറഞ്ഞു എന്താ പറ. ഞാൻ ജന്മന സുന്ദരനാണ്. പൊട്ടിച്ചു പൊട്ടിച്ചു എന്റെ ഗ്ലാസ് പൊട്ടിച്ചു. എന്റെ ഗ്ലാസിന്റെ അവസാനത്തെ ഗ്ലാസും പൊട്ടിയല്ലോ പൊട്ടിയല്ലോ. അവസാനത്തെ ഗ്ലാസ് അച്ഛൻ അമ്മക്ക് പുതിയ ഗ്ലാസ് ഇന്ന് നമ്മൾ പുതിയ ഗ്ലാസ് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പൊ മരത്തിന്റെ ഒപ്പം കുറച്ചുകൂടി കൂട്ടിക്കൊണ്ടോ അമ്മക്ക് അച്ഛൻ പുതിയ ഗ്ലാസ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ കൺസേൺമെന്റ് ദിവസം കൊടുക്കാം. ഞാൻ ആ മാങ്ങ അരിയുന്നത് നമുക്ക് ഉപ്പിട്ടിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏട്ടൻ ഗൾഫിൽ നിന്ന് വരുന്നതിനെക്കാട്ടും മുന്നേ പറഞ്ഞു തുടങ്ങിയതാണ് മാങ്ങ ഉണക്കിയത് വേണം എന്നുള്ളത്. അപ്പോൾ തലേദിവസം അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അമ്മയ്ക്ക് വയ്യാണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്നത് നമ്മൾ ഇങ്ങനെ ഉപ്പിട്ടിട്ട് വെക്കാന്ന് വെച്ചു. ഭയങ്കര പേടി വരുന്നു. ഇതിങ്ങനെ വെച്ചിട്ടില്ലേ, ഇത് ഇങ്ങനെ 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 കൂടിയിടാൻ വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊള്ളിക്കിഴക്ക് കിട്ടണ പോലെ അല്ല ചെത്തണ്ടത്. അത്ര നേരം അങ്ങനെ ചെത്തി വിടുന്നേ. കൈ പേടിച്ചിട്ട് എന്നിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് പുതുപ്പിയായിരുന്നോളെ. മെയിനായിട്ട് മടിയാണ് കേട്ടോ, വേറെ ഒന്നല്ല, പേടിച്ചിട്ടൊന്നല്ല. അതൊക്കെ ഉടായിപ്പായിട്ട് പറയുന്നതാണ്. കാരണം കുറേ മാങ്ങയുണ്ട്, ഇതൊക്കെ നിന്ന് അരിയാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. ഞാൻ കുറേ നേരം നിന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിയണമില്ല, ഇനിയും കിടക്കണ കണ്ടില്ലേ മാങ്ങോള്. അപ്പോൾ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ആക്കിട്ടോ. ബാക്കി പിന്നെ നമ്മളിതാ ഓരോ ലെയറായിട്ട് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വെക്കുകയാണ്. പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് വെയിലത്തിട്ടിട്ട് 2 ദിവസത്തെ വെയിലേ കൊണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും അത് വാടി സെറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉപ്പ് ഒത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത്തിരി അല്ല, ഒത്തിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അത്ര ഉപ്പിടണ്ടായിരുന്നില്ല. നമ്മുടെ മുഖരിക്ക് നോക്കി ചിരിക്കുക നമ്മുടെ മൂക്കിരിക്കണൊക്കെ മൂക്ക് മറ്റേ പറഞ്ഞിട മൂക്കും അല്ലേ നോക്കി. ഇപ്പം നമ്മുടെ രണ്ടാളൊരു വള്ളി സെറ്റായില്ലേ. എനിക്ക് ശരിക്കും ഇരിക്കേ ആൾക്കാർ കാണും, അടിഭാഗം കൊണ്ട് ആൾക്കാർ ഞെട്ടും. മുകൾ ഭാഗം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ആണെ മുകളിലേക്ക് നോക്കിയിരുന്നോ? ആ ആണെ നോക്കിയിരുന്നോ? തല പൊന്തിക്ക്. ആ യെസ് ഗിരിജ ഓക്കെ. ഗിരിജ ഹാപ്പി അല്ലേ? ഗിരിജ ഓക്കെ. ഇപ്പം അമ്മമ്മയുടെ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഗിരിജ കരഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഗിരിജ പനിയുടെ മരുന്ന് കഴിക്കാണ്ട് കരഞ്ഞിരിക്കുകയാണ്. പണിയിരിക്കുക. തലേദിവസം തൊട്ടിട്ട് അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞില്ല അന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അമ്മേനെ പൊന്തിക്കാൻ പറ്റില്ലല്ലോ, കാരണം അമ്മയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്. പോരാത്തന്നെ തളർന്ന ബോഡിയാകുമ്പോൾ നമുക്ക് തീരെ പറ്റില്ല. അപ്പോൾ ഏട്ടനുള്ളത് കൊണ്ട് ഇപ്രാവശ്യം ഞാൻ കഴിച്ചിലായി പോയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അമ്മേൻ്റെ അടുത്ത് പൊന്തിക്കാനും ആ ഒരു കസാരമേലേക്ക് ഇരുത്താനൊക്കെ ഏട്ടനുണ്ടാകുന്നത് കൊണ്ട് പറ്റി. ഏട്ടന് 2 ദിവസത്തേക്കൊക്കെ തണ്ടൽ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പുറം വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ലില്ലേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുക്കർ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ജനതയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ അച്ഛന് സോഡാ മേക്കർ വാങ്ങിച്ചു കൊടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ കുറച്ച് പഴക്കമുണ്ട് കേട്ടോ, കുറച്ചല്ല അത്യാവശ്യത്തിന് പഴക്കമുണ്ട്. വരുന്ന വഴിക്ക് നമ്മൾ ഒരു വടാപ്പാവും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് തന്നെയാണ് പോണത്. കാരണം കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട് അമ്മയ്ക്ക് ഒരു 2-3 വട്ടമായിട്ട് ഇടവിട്ടിട്ട് നമുക്ക് എന്തായാലും ടോയ്ലറ്റിലേക്ക് പോകാൻ തോന്നുമല്ലോ. അപ്പം നമ്മൾ ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം ആൾ ഓക്കെയാണ് കേട്ടോ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പല്ല് വേദനയുണ്ട്, അപ്പോൾ പല്ല് ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വടാപ്പാവ് കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രിക്കലേക്കുള്ള ഫുഡൊന്നും ആയിട്ടില്ല കേട്ടോ വീട്ടിൽ. കാരണം ഞാൻ മാങ്ങാരിണ്ട് നിങ്ങൾ കണ്ടില്ലേ, കാലത്തേക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ റൊട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കേലേക്ക് ഇതുപോലെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വൈകുന്നേരത്തേക്ക് അത് തികഞ്ഞില്ല താനും.
അതാണ് ഉണ്ടായത്. ഇതിനിടെ കൂടിയാണ് നമ്മൾ അമ്മയുടെ അടുത്തേക്കുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അന്നത്തെ ഫുഡ് നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ തന്നെ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു കഴിച്ചു. ഇതത് കഴിഞ്ഞിട്ടുള്ള വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മളിപ്പോൾ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മണ്ണുത്തിയിലേക്ക് പോകണം, കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള യാത്രയാണ്. പിന്നെ നമ്മൾ വിഷുവിനുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ എടുക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ ദൂരമുണ്ട് കേട്ടോ. വണ്ടിയിൽ വരാണെങ്കിൽ, അതായത് കാറിൽ വരാണെങ്കിൽ, ബസ്സിൽ വരാണെങ്കിൽ കറക്റ്റ് 1 മണിക്കൂർ ദൂരമുണ്ട്. അത്രയും ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ടൗണിലേക്ക് വരുന്നതൊക്കെ അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വരാറുള്ളൂ. നമുക്ക് മണ്ണുത്തിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറിൻ്റെ ദൂരമാണ്. ബസ്സിൽ വരുന്ന കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാറിലാകുമ്പോൾ പിന്നെ നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മുടെ സൗകര്യാർത്ഥമാണല്ലോ അല്ലേ. സ്ലോവിൽ പോകണമെങ്കിൽ പോവാം, സ്പീഡിൽ പോകണമെങ്കിൽ പോവാം. എല്ലാതും നമ്മളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങള് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ, മണ്ണുത്തിയിലേക്ക്. പിന്നെ നമുക്ക് വിഷുക്കോടി എടുക്കണം, അമ്മയ്ക്കുള്ളതും ലീലേച്ചക്കുള്ളതും നമുക്കുള്ളതൊക്കെ എടുക്കണം. പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണം. പിന്നെ അതല്ലാണ്ട് വേറെ കുറച്ച് അലറ ചില്ലറ പരിപാടികളും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വിഷുക്കോടി ഒരു വ്ലോഗ് എടുക്കാൻ സമ്മതിക്കോ? അപ്പൊ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മുടെ വിഷുക്കോടി എടുക്കാൻ പോണ വ്ലോഗിലേക്ക് എല്ലാരും സ്വാഗതം ചെയ്യുന്നു. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഈ റൗണ്ട് സൈക്കിൾ ഭീമയുടെ ചെടിയൊക്കെ അങ്ങ് പറിച്ചോണ്ട് പോകാം. നല്ല രസമല്ലേ, എനിക്ക് ഇഷ്ടമായിട്ട്. തൃശ്ശൂർ പാലസ് എന്നിട്ടത് അമ്മൂട്ടി പോയിട്ടില്ലല്ലേ ഇതുവരെ പാലസിലേക്ക്? ഏട്ടൻ വേണ്ട പാലസിലേക്ക് കാണാണ് പാലസ്. ഇതാണ് അമ്മ ശക്തൻ. ഇതൊന്നല്ല, ഇത് വടക്കേ സ്റ്റാൻഡ്. ഇത് വടക്കേ സ്റ്റാൻഡ്. ഈ കാണുന്നതാണ് അമ്മൂട്ടി പാലസ്. പുരാതന എന്താണെന്ന് പുരാവസ്തു മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് എടുക്കണ്ടേ. ഇതാണ് ശക്തൻ തമ്പുരാന്റെ പാലസ്. പാലസ് വേറെ ഇവിടെ നിറയെ പാലസ് ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഇങ്ങോട്ട് പോകണുണ്ട് കേട്ടോ. എല്ലായിടത്തേക്കും പോവാം. അച്ഛൻ പോയാലും അമ്മ കൊണ്ടുപോകും. ഇപ്രാവശ്യം എന്തായാലും വെക്കേഷൻ കഴിഞ്ഞ മുന്നേ പുരാവസ്തു മ്യൂസിയം അമ്മ കാണിച്ചു തന്നിരിക്കും. ഓക്കെ ഓക്കെ. ആണ് സ്റ്റേഡിയം അല്ലേട്ടാ? ഇതല്ലേ ഇൻഡോർ സ്റ്റേഡിയം? ആ, മീമി മാമൂലിക്ക് പോവാട്ടാ. ഇത് ഇൻഡോർ സ്റ്റേഡിയം. ക്രിക്കറ്റ് ഒക്കെ ഇവിടെ അല്ലേ നടക്കാട്ടാ? അല്ല, ഇവിടെ നിന്നിട്ട് നടക്കാം. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നിട്ട് നടക്കാം. ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലേ? അപ്പൊ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ഇൻഡോറിൽ കളിക്കുന്ന കളി. ക്രിക്കറ്റ് പിന്നെ ഇൻഡോറിലല്ലേ കളിക്കുക? ഞാൻ വിചാരിച്ച ക്രിക്കറ്റിന്റെ സ്റ്റേഡിയം. ഇതാണ് കേരള സംഗീത നാടക അക്കാദമി. ഇൻഡോർ സ്റ്റേഡിയം ഉള്ളില് കളിക്കുന്ന കളി. നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച കളിയല്ല. ഇൻഡോറിന് ഉള്ളില് കളിക്കുന്ന കളിന്ന് സംഗീത നാടക അക്കാദമി. ഇതാണ് സംഗീത നാടക അക്കാദമി. നിങ്ങള് പറ. അപ്പൊ കൊച്ചിയിലുള്ളതോ? കൊച്ചിയിൽ ഇൻഡോർ സ്റ്റേഡിയം ഇല്ല. കൊച്ചിയിലപ്പൊ മറ്റേ ക്രിക്കറ്റ് നോണയെ വെറുതെ തള്ളിട്ട് നോണയെ പോടുന്നു. ക്രിക്കറ്റ് കളി കൊച്ചിയിൽ ഉണ്ടാവാറുണ്ടല്ലോ, എറണാകുളത്ത്. സൂര്യകാന്തിയുടെ ഒറിജിനൽ സൂര്യകാന്തിയാണ് അത്. ആ, ഒറിജിനലാണത്. അയ്യോ പോയി. അടക്ക് ഇതൊക്കെ വാങ്ങിക്കണേ. സൂര്യകാന്തി വാങ്ങിക്കണ്ട. സൂര്യകാന്തി ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ കേടായി പോകും. ഞങ്ങൾ തമ്മിലുള്ള സംസാരമൊക്കെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തൊക്കെ നിൽക്കുന്ന സംസാരങ്ങളായിരിക്കും കേട്ടോ. അതിൽ കുറേ ചളികളുണ്ടായിരിക്കും, കുറേ തള്ളുകളുണ്ടായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആയതൊന്നും ഇതൊക്കെ പറയും, ഇതൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മളിത് അവിടെ ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മണ്ണുത്തിയിലേക്ക് വന്നിട്ടുള്ളത്. ആ ചേട്ടൻ്റെ വീട് മണ്ണുത്തിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു തന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ആക്രാന്തം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെങ്കിൽ അത് എത്ര കിട്ടിയാലും മടുക്കൂല അല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ
എനിക്ക് ഏതെടുക്കണം എന്തെടുക്കണം അങ്ങനെയുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 1-2 ബോഗൻവില്ല വാങ്ങിച്ചു. കാരണം ഇത്തിരി റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മുടെ ഇവിടെ അത്രയും റേറ്റ് ശരിക്കും വരുന്നില്ല. നമ്മുടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു കടകളില്ലേ, അവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് 1-2 എടുത്തതിന് ശേഷം നേരെ അടുത്ത കടയിലേക്ക് കയറിയിട്ടോ. നമ്മൾ ഈ പോണ വഴിക്ക് മുക്കിലും മൂലയിലൊക്കെ ഇങ്ങനെ നഴ്സറികളുണ്ട് കേട്ടോ ചെടികളുടെ. അപ്പോൾ നമുക്ക് എന്ത് വേണേലും എടുക്കാം. അങ്ങനെ ഞങ്ങളൊരു കടയിലേക്ക് കയറിയതാണ്. അവിടെ കയറിയതും എൻ്റെ തല എന്താ പറയുക, മൂടോടുക്കനെ അടിച്ചു പോവാന്ന് പറയില്ലേ, ആ ഒരവസ്ഥയായിട്ടാണ്. അവിടെ ഉണ്ടാകുന്ന കളക്ഷൻസിലത്തെ എല്ലാത്തിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം പോലും ഞാൻ ബാക്കി വെച്ചിട്ടില്ല കേട്ടോ. ശരിക്കും എനിക്ക് ചെടികൾ ഇഷ്ടം പൂക്കളിനെക്കാട്ടും കൂടുതൽ ഇലച്ചെടികളോടാണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം ഞാൻ വാങ്ങിച്ചു വരുമ്പോൾ എല്ലാതും ഇലച്ചെടികളായിട്ട് മാറാറുണ്ട്. നമ്മുടെ ഇവിടെയുള്ള കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ നിന്ന് ഞാൻ ആ പൂക്കൾ മാക്സിമം അവിടെ ഉള്ളത് മൊത്തം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ്റെ കീശ കീറി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ ആ ഒരു 10-60 ചെടി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. 60+ ഉണ്ടാവാനാണ് ചാൻസ്. എന്നിട്ടും 1200 രൂപ ആ ഒരു റേഞ്ചിലാണ് ചെടികൾ വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ കാറിൻ്റെ ഡിക്കി മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ വേറൊരു കടയിലേക്ക് കയറഞ്ഞത്. അല്ലെങ്കിൽ വേറെ കടയിലേക്കും കയറി അവിടെ നിന്ന് വാങ്ങിച്ചേനെ കേട്ടോ. കൂടുതലും ഈ കാക്കാപ്പൂവിൻ്റെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ എനിക്കറിയില്ല, പേരുകളൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറേയൊക്കെ എന്താ പറയുക നശിച്ചു പോയിട്ടുണ്ട്. ഏകദേശം ഒരു 10 ചെടിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. അതിന് മെയിൻ കാരണക്കാരൻ എൻ്റെ കെട്ടിയോൻ തന്നെയാണ് കേട്ടോ. ഒരു ദിവസം കാറ് കൊണ്ടുപോയി ഞാൻ ഈ ചെടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകുന്ന ചെടിയുടെ മുകളിൽ കൂടെ കയറ്റിയെടുത്തു. അതോടുകൂടി അത് ചമ്മന്തി കേട്ടോ. അപ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതും കഴിഞ്ഞ് നമ്മളിത് ആ ചെടിച്ചട്ടികൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു കടയിൽ നമ്മൾ കയറിയ കടയിൽ 2 രൂപ തൊട്ടിട്ടുള്ള ചെടിച്ചട്ടികളുണ്ട് കേട്ടോ. ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി. കാരണം 2 രൂപയുടെ ചെടിച്ചട്ടിയൊക്കെ ചെറുതുങ്ങളാണ്. ഞാൻ സാധാരണ നമ്മുടെ ഇവിടെയുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാറുള്ളത് 20 രൂപയാണ് ഒരു ചെടിച്ചട്ടിക്ക് വാങ്ങിക്കാറുള്ളത്. ബ്ലാക്ക് ഞാൻ സാധാരണ വെക്കാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സെയിം ചെടിച്ചട്ടിക്ക് അവിടെ ഉണ്ടാകുന്നത് 14 രൂപയാണ് കേട്ടോ. അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അത്യാവശ്യത്തിന് അധികം ചെടിച്ചട്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഇനിയിപ്പോൾ വേണമെന്ന് വെച്ചാലും നമുക്ക് അവിടെ നിന്ന് തന്നെ പോയി വാങ്ങിക്കുന്നതാവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ അവിടെ കയറി വാങ്ങിക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല ഇതാണ് ജോസ് തിയേറ്റർ എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഭർത്താവ്. ഞാൻ പോയിട്ടില്ല. തൃശ്ശൂർക്ക് ഇടയ്ക്ക് വരാറില്ലേ? ഫോട്ടോ എടുത്തിട്ട് നമ്മള് കാറ് എന്തുട്ട പെണ്ണേട്ടന്റെ സെറ്റപ്പ്. മറ്റേ ഈ പെൺകുട്ടി പോരാ. ബ്ലാക്ക് ഉണ്ടായിട്ടാ ഭയങ്കര തടിയാ. അങ്ങനെ മണ്ണുത്തിന്ന് നമ്മൾ നേരെ വന്നത് ജയലക്ഷ്മിയിലേക്കാണ് കേട്ടോ. വിഷുവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഉള്ളതും അവിടെ തന്നെയാണ് കേട്ടോ നമ്മളെടുത്തത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ടേക്ക് തോന്നിയിട്ടുള്ളൂ. നല്ല സാധനങ്ങളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭാരതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തൃശ്ശൂർ വന്നാൽ ഭാരതിലേക്ക് പോകണമെന്ന് ഉള്ളതൊരു മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എപ്പോഴായാലും തൃശ്ശൂർക്ക് പോയാൽ എനിക്ക് ഭാരതിലേക്ക് കയറിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. ഏട്ടൻ തന്നെ കുറേ കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭാരതിയിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വെജിറ്റേറിയൻ ഫുഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ്, നോണിനെക്കാട്ടും കൂടുതൽ. അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല താനും. അതുകൊണ്ട് തന്നെ അച്ഛനും മക്കൾക്ക് നേരെ തന്നെ കളിയാക്കൽ കൂടുതലായിട്ട്. അമ്മ വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 2 ദിവസത്തിന് ശേഷം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.